തിരുമേനി ചില ജ്യോതിഷർ കുറിച്ചിരുന്ന പരിഹാര കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അങ്ങനെ നടത്തുന്നില്ല എന്ന് മറുപടി കേൾക്കുന്നു. ഇത് എന്തുകൊണ്ടാണ്? നമ്മൾ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കുറച്ചധികം പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ പല ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ അവിടെ ചെയ്യുന്നില്ല എന്നുള്ള മറുപടി കേൾക്കാറുണ്ട്. അതായത് ക്ഷേത്രത്തിൽ വിധിക്കപ്പെട്ട പരിഹാരങ്ങളുണ്ട്, കഴിയാത്ത ചില കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ ചില അഷ്ടോത്തര പുഷ്പാഞ്ജലികൾ അല്ലെങ്കിൽ ഒരു സഹസ്രനാമം ഇത്രയും മാത്രമാണ് ക്ഷേത്രത്തിൽ നടത്താൻ പറ്റുക എന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം ചിലപ്പോൾ നോട്ടീസ് ബോർഡിൽ ഏതാണ്ട് ഒരു 30 കാര്യങ്ങൾ ഇവിടുത്തെ വഴിപാടിനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ അതേ നടത്തുള്ളൂ എന്ന് പറയുന്നത് അത് ശരിയായ കീഴ്വഴക്കമല്ല. കാര്യം നമ്മുടെ വീടിനടുത്തൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. ആ മെഡിക്കൽ സ്റ്റോറിൽ കുറേ മരുന്നുകളുണ്ട്. ഈ ഡോക്ടർ ഈ മരുന്നുകൾ മാത്രമേ കുറിക്കാൻ പാടുള്ളൂ, വേറെ എന്തെങ്കിലും രോഗമാണെങ്കിൽ മറ്റൊരു മരുന്ന് കുറിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് തുല്യമാണത്. അതായത് മരുന്നുകൾ ഒരുപാടുണ്ട്, ഈ മെഡിക്കൽ സ്റ്റോറിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള മരുന്നേ ഡോക്ടർ കുറിക്കാവൂ എന്നുള്ള ഒരു നിയമം പോലെയാണ്. ഒരു ക്ഷേത്രത്തില് ഒട്ടനവധി വിശേഷ വഴിപാടുകൾ നടത്താൻ പറ്റും. പക്ഷെ അതിന് പഠിപ്പുള്ള ഒരു മേൽശാന്തി അവിടെ ഉണ്ടാവണം. തന്ത്രി വിശേഷ വഴിപാടുകൾക്കുള്ള അനുവാദവും കൊടുക്കണം. പലപ്പോഴും ആ നോട്ടീസ് ബോർഡിലുള്ള ഇത്രയും മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് ചില മേൽശാന്തിമാർ നിർബന്ധം പിടിക്കുന്നതും അതിലപ്പുറം അവർ പഠിക്കാത്തതും ഒരു പ്രശ്നമാണ്. ചില കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ ചിലപ്പോൾ ദേവസ്വം ബോർഡിന്റെ ചില നിബന്ധനകളും വ്യത്യസ്തമായിട്ടുള്ള വഴിപാടുകൾ സാത്വികമായിട്ട് ദേവ ചൈതന്യത്തിന് യാതൊരു കളങ്കം വരുത്താത്ത വഴിപാടുകൾ അനുവദിക്കാത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അത്യാവശ്യം വേണ്ടുന്ന വിശേഷ വഴിപാടുകളെ കുറിച്ച് കൂടി ഓരോ മേൽശാന്തിമാരും കുറച്ചുകൂടി ബോധവൽക്കരിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഇന്ന് നമുക്കൊരു മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രം നമുക്കിന്ന് ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് എടുക്കാൻ പറ്റും. പണ്ട് ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചില മന്ത്രങ്ങൾ കൊണ്ട്, ഇപ്പൊ ഗണപതിയുടെ ഹേരംബ ഗണപതി മന്ത്രം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മേൽശാന്തിക്ക് പെട്ടെന്ന് അത് പിടിയിട്ടില്ല എന്ന് വന്നേക്കും. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് ആ ഹേരംബ ഗണപതി മന്ത്രം എടുക്കാൻ പറ്റും. ഹരിദ്ര ഗണപതി മന്ത്രം അപ്പോഴും തന്നെ അദ്ദേഹത്തിന് എടുത്ത് നോക്കിയിട്ട് അത് ഉപയോഗിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റും. അതൊന്നും ഒരു ക്ഷേത്രത്തിലും വിരോധമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഒരാള് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ മേൽശാന്തി ഇതൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു വിടുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയുടെ വിഷയത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞു വിടുമ്പോൾ തുല്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ആവുന്നത് നല്ലതായിരിക്കും. മേൽശാന്തിമാർ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ വളരെ ഗുണകരമായിരിക്കും നമ്മുടെ ഹൈന്ദവ ഭക്തർക്ക്.